ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഇൻഡെപ്ത് ലാഷ് എക്സ്റ്റൻഷൻ ട്യൂട്ടോറിയൽ നോക്കാം. ഞാൻ റീസെന്റ് ആണ് ലാഷ് എക്സ്റ്റൻഷൻ ട്രൈ ചെയ്യുന്നത്. അപ്പം അതിൽ വെച്ച് കഴിഞ്ഞാൽ അതേ ദിവസം തന്നെ അത് റിമൂവ് ആയി പോകും. പക്ഷെ ഞാൻ ചില വീഡിയോസിൽ കണ്ടു 1 വീക്ക് 2 വീക്ക് ഒക്കെ നിൽക്കുന്നുണ്ടെന്ന്. സോ ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. എങ്ങനെ കുറെ ടൈം ഡ്യൂറേഷൻ കൂട്ടാനുള്ളതൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ലാഷ് എക്സ്റ്റൻഷൻ ട്യൂട്ടോറിയൽ ചെയ്ത് നോക്കാം. സോ എന്നിട്ട് 1 വീക്ക് ഓൾമോസ്റ്റ് 2 വീക്ക് എന്തായാലും നിൽക്കുമെന്ന് തോന്നുന്നില്ല, കാരണം ഈ മുഖം ഇങ്ങനെ കഴുകുമ്പോൾ തന്നെ അതിന്റെ ഗ്ലൂ ആയിട്ട് വരുന്നുണ്ട്. സോ ഇപ്പം ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 5 ഡേയ്സ് എങ്കിലും മിനിമം നിൽക്കുമെന്ന് ഇന്നത്തെ ട്യൂട്ടോറിയൽ നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇതാണ് ഞാൻ വാങ്ങിച്ച ലാഷ് എക്സ്റ്റൻഷൻ കിറ്റ്. ഇതെല്ലാവരുടെ കയ്യിലും ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഞാനിത് മീഷോന്നാണ് വാങ്ങിച്ചത്. മീഷോന്ന് എനിക്ക് 300 സംതിങ്ങിനാണ് കിട്ടിയത്. ഇതിൽ തന്നെ ബോണ്ടും സീലും വരുന്നുണ്ട്. സോ യു ഡോണ്ട് ഹാവ് ടു ബൈ എക്സ്ട്രാ ബോണ്ടും സീലും ഒന്നും. പക്ഷേ ഞാൻ ഒരു ഈ ലാഷ് വാങ്ങിക്കുന്നതിന് മുന്നേ ഞാൻ നോർമൽ ലാഷ് വാങ്ങിച്ചിരുന്ന സമയത്ത് ഉണ്ടായ ഒരു ഗ്ലൂ ആണിത്. ഇത് ഡുവോന്റെ ഗ്ലൂ ആണ്. അപ്പൊ ഈ ഗ്ലൂ ഞാൻ എടുത്തിട്ടുണ്ട്, ബിക്കോസ് 2 കോട്ട് ഗ്ലൂ ചെയ്യുമ്പോൾ ഒന്ന് യൂസ് ചെയ്യാൻ വിചാരിച്ചിട്ട്. പക്ഷെ ഗ്ലൂ ഓവർ യൂസ് ചെയ്താലും പ്രശ്നമാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ക്യൂട്ടിപ്പ് എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ പോവാണ് ലാഷ് ലൈനൊക്കെ. കാരണം ഈ ഓയിൽ അധികമായിട്ടുണ്ടെങ്കിലും ഗ്ലൂ ഒട്ടിപ്പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അടുത്തത് ഞാൻ കേൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ നാച്ചുറൽ ലാഷ് ഞാൻ കേൾ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ലാഷ് വെക്കാം. അപ്പൊ ഇതാണ് സെറ്റ്. ഇതിൽ ഞാൻ കുറച്ച് യൂസ് ചെയ്തു. ഒരു പിങ്ക് ലൈൻ കാണുന്നുണ്ടല്ലോ, ഈ ലാഷ് കഴിഞ്ഞിട്ടുള്ളൊരു പിങ്ക് ലൈൻ, അവിടെ ചെയ്യരുത്. അവിടെ ചെയ്യുമ്പോഴാണ് കണ്ണിൽ വെള്ളം വരുന്നതും പിന്നെ ഇത് ഒട്ടൂല അവിടെ ചെയ്താൽ. സോ അതിന് തൊട്ട് മുകളിൽ ലാഷ് ലൈൻ ലൈറ്റാണ് ചെയ്യേണ്ടത്. ഇതിന്റെ കൂടെ തന്നെ ഒരു ട്യൂസറുണ്ട്. ഉള്ളിലെ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഞാൻ ഈ ഡുവോന്റെ ഗ്ലൂ ഞാനതെടുത്തിട്ട് നേരത്തെ പോലെ തന്നെ ലാഷ് ലൈനിൽ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് പാട്ട് വെച്ചു. അപ്പൊ അത് വെച്ച് കഴിഞ്ഞ ശേഷം ഈ ട്യൂസർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സോ നല്ലതായിട്ട് വെക്കും. ഇനി നെക്സ്റ്റ് ലാഷനും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നേരത്തെ വെച്ച ലാഷിന്റെ മുകളിൽ കൂടാണ് ഞാന് ഈ ഗമ്മ് രണ്ടാമത്തെ ബോണ്ട് ഞാൻ അപ്ലൈ ചെയ്തേ. അതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഈ രണ്ടാമത്തെ ലാഷ് ഈ ഫസ്റ്റത്തെ ലാഷിനെ അതിന്റെ കണക്ട് ചെയ്തിട്ടാണ് വെക്കേണ്ടത്. അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് വെക്കണ്ടേ. അപ്പോൾ കുറച്ചും കൂടെ ഹോൾഡ് ഉണ്ടോ, 2 ലാഷും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു ലാഷിനെ ഓവർലാപ്പ് ചെയ്തിട്ട് അടുത്തത് വെച്ച് കൊടുക്കാം. സോ ഫസ്റ്റ് സെറ്റ് ഓഫ് ലാഷ് വെച്ച് കഴിഞ്ഞു. ലാഷ് ലൈനിൽ കറക്റ്റ് വെക്കണം. അതല്ല പിങ്ക് ഭാഗത്താണ് വെക്കണമെന്നുണ്ടെങ്കിൽ കണ്ണ് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും. ഇനി ആണ് സീൽ വെച്ചിട്ട് സീൽ ചെയ്യേണ്ടത്. സോ സീൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്നിട്ട് അടിയിൽ ലാഷ് വെച്ച ഭാഗത്തൊക്കെ വെച്ചിട്ട് ഹാഫ് ലാഷ് നമ്മൾ വെച്ചിട്ടുള്ളൂ, മുഴുവൻ വെച്ചിട്ടില്ല. സോ ഇനി ഈ കണ്ണിനും സീൽ ചെയ്യാം. അപ്പോ ഇതാണ് ഫൈനൽ ലുക്ക്. എവറിഡേ ഐ ലുക്കിന് ഇത് കുറച്ച് ഡ്രാമാറ്റിക് ആണ്, കാരണം നാച്ചുറൽ ലാഷസിന്റെ സെറ്റ് ഇതിൽ തീർന്നുപോയി. പിന്നെ ഉള്ളത് ഇതാണ്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ യൂസ്ഫുൾ ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.